ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ദ ജംഗിൾ എയർ ക്രാഷ് എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി ജംഗിൾ എയർ ക്രാഷ്. അമേസിംഗ്ലി ഐ വാസ് ഇൻ ഹംഗ്രി. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് വിശപ്പില്ലായിരുന്നു. ഐ റെസിസ്റ്റഡ് ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട് ബിക്കോസ് ഹിയർ മെനി തിങ്സ് ദാറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ആർ പോയ്സണസ്. അവിടെയുള്ള കൊതിയൂറുന്നത് പോലെ കാണപ്പെടുന്ന പഴങ്ങളൊക്കെ ഞാൻ നിഷേധിച്ചു. കാരണം ഇവിടെ കാണുന്ന മനോഹരമായതും ആകർഷകമായതുമായ പലതും വിഷം നിറഞ്ഞതാണ്. ടെംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതിലേക്ക് ആകർഷിപ്പിക്കുന്നത്. ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ട്രാപ്സ്. വനം എന്ന് പറയുന്നത് മുഴുവനായും കെണിയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് ഓൺ വിച്ച് റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്. നാശവും വളർച്ചയും കൈകോർത്തിരിക്കുന്ന ഒരു യുദ്ധഭൂമിയാണ് കാട്. ഓൾ ദ പ്ലാന്റ്സ് കോമ്പീറ്റ്. എല്ലാ ചെടികളും പരസ്പരം മത്സരിക്കുന്നു. സ്റ്റീൽ സൺലൈറ്റ് ഫ്രം ഈച്ച് അതർ. സൂര്യപ്രകാശത്തെ പരസ്പരം മോഷ്ടിക്കുന്നു. ചോക്ക് ഈച്ച് അതർ ആൻഡ് ദെൻ ഹംഗ്രിലി കൺസ്യൂം ദ കഡാവേഴ്സ് ഓഫ് ദെയർ വിക്ടിംസ് ഇൻ ഓർഡർ ടു ലീവ്. മാത്രമല്ല പരസ്പരം ശ്വാസം മുട്ടിക്കുന്നു. പിന്നെ ജീവിക്കാൻ വേണ്ടി ഇരയെ കൊന്ന് ശവശരീരം വിശപ്പോടെ ഭക്ഷിക്കുന്നു. The open wound on my foot was getting worse due to the infection by insects. എൻ്റെ കാലിലുണ്ടായിരുന്ന തുറന്നു കിടക്കുന്ന മുറിവിൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവ പ്രാണികളാൽ പഴുപ്പ് വരികയായിരുന്നു. എവ്രി ടൈം ദ ഫ്ലൈ സ്റ്റങ്. ഓരോ തവണ പ്രാണികൾ എന്നെ കുത്തുമ്പോഴും they were laying eggs in my wounds. അവ എൻ്റെ മുറിവിൽ മുട്ടയിടുന്നുണ്ടായിരുന്നു. Out of which were hatching maggots. അതിൽ നിന്നും പുഴുക്കൾ വിരിയുന്നുമുണ്ടായിരുന്നു. മാഗോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കൾ. ഹെൽപ്ലെസ്ലി ഐ വാച്ച്ഡ് ദം എമേർജ്. നിസ്സഹായയായി അവ പുറത്തേക്ക് വരുന്നത് ഞാൻ നോക്കി നിന്നു. ഈച്ച് വൺ വാസ് എബൌട്ട് എ സെന്റിമീറ്റർ ലോങ്. അവ ഓരോന്നും 1 സെന്റിമീറ്ററോളം വലിപ്പമുണ്ടായിരുന്നു. ദേ വർ ഈറ്റിംഗ് മീ അലൈവ്. അവ എന്നെ ജീവനോടെ ഭക്ഷിക്കുകയായിരുന്നു. ഗോഡ് ഹെൽപ്പ് മീ ഐ തോട്ട്. ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കൂ, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ദേ വിൽ ആംബ്യൂട്ടേറ്റ് ഇഫ് ഐ എവർ സർവൈവ്. അവ എൻ്റെ അവയവങ്ങൾ തന്നെ മുറിച്ചു മാറ്റിയേക്കാം, ഞാൻ എന്നെങ്കിലും രക്ഷപ്പെട്ടാൽ. ദ റിവർ ദാറ്റ് ഐ പെയിൻസ്റ്റേക്കിംഗ്ലി ഫോളോഡ് വാസ് വൈഡനിങ്. ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട് പിന്തുടരുന്ന നദി വീതിയുള്ളതാവുകയായിരുന്നു. പെയിൻസ്റ്റേക്കിംഗ്ലി എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട്. Whenever I could get a good view ahead, I risked swimming. എപ്പോഴൊക്കെ എനിക്ക് മുന്നോട്ട് നല്ലൊരു കാഴ്ച കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നീന്തുമായിരുന്നു. It was faster because the current carried me along. അത് വളരെ വേഗത്തിലായിരുന്നു കാരണം ഒഴുക്ക് എന്നെ പെട്ടെന്ന് മുന്നോട്ട് നയിച്ചു. On land, I picked my way, careful to watch where I put my feet because the rotting foliage could conceal a snake or a poisonous thornback crab. കരയിൽ ഞാൻ എൻ്റെ വഴി എടുത്തിരുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരുന്നു. എവിടെയാണ് എൻ്റെ കാൽ വെക്കേണ്ടതെന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരുന്നത്. കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ഇലയുടെ ഭാഗം ചിലപ്പോൾ ഒരു പാമ്പിനെയോ വിഷമുള്ള മുള്ളോടുകൂടെയുള്ള നെണ്ടിനെയോ ഒക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടാകാം. If you tread on a crab, I told myself, you are done for. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നെണ്ടിന്റെ മേലെങ്ങാനും നീ ചവിട്ടിയാൽ നീ മരിക്കാറാവും, അഥവാ നീ തീർന്നു പോകും. വാക്കിംഗ് ഹാഡ് ബിക്കം പ്രോഗ്രസീവ്ലി ഹാർഡർ. നടത്തം കൂടുതൽ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. ദ ലാക്ക് ഓഫ് ഫുഡ് ആൻഡ് ദ ഹ്യൂമിഡ് 45 degrees ഹീറ്റ് ഹാഡ് മെയ്ഡ് മീ വീക്കർ. ഭക്ഷണക്കുറവും 45 ഡിഗ്രി ചൂടും എന്നെ ക്ഷീണിതനാക്കി. ദ റിവർ വാസ് നൗ സോ സ്വിഫ്റ്റ്. ഇപ്പോൾ നദി വളരെയധികം വേഗമായിരുന്നു. ദാറ്റ് ഐ കുഡ് നോ ലോങ്ങർ സ്വിം ഇൻ ഇറ്റ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അതിൽ നീന്താൻ കഴിയുന്നില്ല. ലേറ്റ് വൺ ആഫ്റ്റർനൂൺ. രാത്രി വളരെ വൈകി. ഐ വാസ് ലുക്കിംഗ് ഫോർ എ സ്പോട്ട് ടു ലൈ ഡൗൺ ഫോർ ദ നൈറ്റ്. രാത്രി കിടക്കാൻ ഒരിടം നോക്കുകയായിരുന്നു ഞാൻ. ഇറ്റ് വാസ് ദ 10th day ആസ് ഐ ലേറ്റർ റീകൺസ്ട്രക്റ്റഡ് ഇറ്റ്. അതെന്റെ 10ാമത്തെ ദിവസമായിരുന്നു. അത് ഞാൻ പിന്നീട് കണ്ടെത്തിയതാണ്. സഡൻലി ഐ സോ എ ബോട്ട് മൂർഡ് ഓൺ ദ റിവർ ബാങ്ക്. പെട്ടെന്ന് ഞാൻ ഒരു ബോട്ട് നദിയുടെ തീരത്ത് കെട്ടിയിട്ടതായി കണ്ടു. ആൻഡ് ദർ വാസ് എ പാത്ത് ലീഡിംഗ് ടു എ സ്മോൾ ഹട്ട്. മാത്രമല്ല ഒരു ചെറിയ കുടിലിലേക്ക് നയിക്കുന്ന ഒരു വഴിയും ഉണ്ടായിരുന്നു. ഐ എൻറ്റേർഡ് ആൻഡ് സോ ഓൺ ദ ഫ്ലോർ എ സ്മോൾ ഔട്ട്ബോർഡ് മോട്ടോർ കെയർഫുള്ളി റാപ്ഡ് ഇൻ പ്ലാസ്റ്റിക് ആൻഡ് എ ക്യാൻ ഓഫ് പെട്രോൾ. ഞാൻ അവിടേക്ക് പ്രവേശിച്ചു. ഒരു കുപ്പി പെട്രോളും
പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ചെറിയ മോട്ടോറും തറയിൽ ഞാൻ കണ്ടെത്തി. ക്ലിയർലി someone would be coming back. But when? തീർച്ചയായും ആരെങ്കിലുമൊക്കെ തിരിച്ചു വരുന്നുണ്ടാകും. പക്ഷെ എപ്പോഴായിരിക്കും ആരെങ്കിലും വരിക? I lay down on the floor and slept badly. ഞാൻ തറയിൽ കിടന്നുകൊണ്ട് വളരെ മോശമായി ഒന്ന് ഉറങ്ങി, അഥവാ ബുദ്ധിമുട്ടി ഉറങ്ങി. Because I kept listening for human voices. കാരണം ഞാൻ മനുഷ്യ ശബ്ദത്തെ കാതോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. But I heard only the screaming of monkeys and screeching of parakeets. പക്ഷേ എനിക്കാകെ കേൾക്കാൻ കഴിഞ്ഞത് കുരങ്ങിൻ്റെ നിലവിളിയും അതേപോലെ തന്നെ പാരറ്റ് പോലെയുള്ള പക്ഷിയുടെ കാതു തുളക്കുന്ന ശബ്ദവും മാത്രമാണ്. അറ്റ് അതർ ടൈംസ്, മറ്റു ചില സമയത്ത്, സംതിങ് സീം ടു ബി മൂവിങ് ഔട്ട്സൈഡ് ഡേഞ്ചറസ്ലി നിയർ. അപകടം നിറഞ്ഞ എന്തോ ഒന്ന് പുറത്ത് നീങ്ങുന്നതായി, അഥവാ തൻ്റെ അടുത്തേക്ക് നീങ്ങുന്നതായി തോന്നി. The next morning I wanted to push on. അടുത്ത പ്രഭാതത്തിൽ എനിക്ക് നടത്തം തുടരേണ്ടതുണ്ടായിരുന്നു. It might be days, even weeks before the people came for their boat. ഒരുപക്ഷെ ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ എടുക്കും ആളുകൾ അവരുടെ ബോട്ടിന് വേണ്ടി എത്താൻ. But I didn't want to take a boat which belonged to someone else. മാത്രമല്ല മറ്റൊരാളുടെ ബോട്ട് എടുക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. However, the rain was pouring down again. എന്നിരുന്നാലും മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. So I stayed in the hut. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുടിലിൽ തന്നെ നിന്നു. Then I heard voices and 3 men plunged in from the downpour. പിന്നീട് ഞാൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. 3 ആളുകൾ അശക്തമായ മഴയിൽ പെട്ടെന്ന് അകത്തേക്ക് കയറി. Well, one of them exclaimed in Spanish, "What have we here?" അവരിൽ ഒരാൾ ആശ്ചര്യപ്പെട്ടു. എന്താണിവിടെ? നമ്മുടെ വീട്ടിൽ ഇതാരാണ്? The men were mestizo, half white, half Indian hunters. ആ വ്യക്തികൾ സങ്കരവർഗത്തിൽപ്പെട്ടവരായിരുന്നു. അതായത് പകുതി വെളുത്തതും പകുതി ഇന്ത്യക്കാരനുമായ വേട്ടക്കാരായിരുന്നു അവർ. They told me they kept several huts in the jungle for their expeditions. അവർ എന്നോട് പറഞ്ഞു അവർക്ക് കാട്ടിൽ ഒരുപാട് കൂരകളുണ്ട് സാഹസിക യാത്രക്ക് വേണ്ടി. എക്സ്പെഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസികമായ യാത്രകൾ. They knew about the crash and one of them had actually been in a search plane which flew over the jungle after the accident. അവർക്ക് ആ വിമാന തകർച്ചയെ കുറിച്ച് അറിയാമായിരുന്നു. മാത്രമല്ല അവരിൽ ഒരാൾ അന്വേഷണ വിമാനത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതാണോ അപകടശേഷം വനത്തിന്റെ മുകളിലൂടെ പോയത്. We could see nothing, he said. ഞങ്ങൾക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല, അയാൾ പറഞ്ഞു. നോ പീപ്പിൾ, നോ റക്കേജ്. ആളുകളെയോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളെയോ. They washed me with salt water and put salt on my wounds. അവർ എന്നെ ഉപ്പുവെള്ളം കൊണ്ട് കഴുകി, എൻ്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടി. They made fruit mash for me, but I was unable to eat. അവർ എനിക്ക് വേണ്ടി പഴം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി തന്നു, പക്ഷേ അതൊന്നും എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. Early next morning, they got their boat ready and took me down river. അടുത്ത പ്രഭാതത്തിൽ നേരത്തെ തന്നെ അവർ അവരുടെ ബോട്ട് തയ്യാറാക്കി എന്നെ കൂട്ടി യാത്ര തുടങ്ങി. My river, it was the Sheboya, became wider, swifter and more dangerous. എൻ്റെ നദി അഥവാ ഷെബോയ നദി കൂടുതൽ വീതിയുള്ളതും വേഗതയുള്ളതും അപകടമുള്ളതുമായി മാറി. I looked at the shore where I would have had to walk and saw that it became more and more impassable. ആ ബോട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ തീരത്തേക്ക് നോക്കി. ആ തീരത്തിലൂടെയാണ് ഞാൻ നടക്കേണ്ടിയിരുന്നത്. അതൊരിക്കലും മുറിച്ചു കടക്കാൻ കഴിയാത്തതായി കാണപ്പെട്ടു. It took us hours to get to the jungle settlement of Turna Vista. ടൂർണ വിസ്റ്റയിലെ ആ വനത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. ടൂർണ വിസ്റ്റ എന്ന് പറയുന്നത് പെറുവിലെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ജില്ലയാണ്. അവിടെ ധാരാളം ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. People came running and shouting to stare at me. ആളുകൾ ഒച്ച വെച്ചും ഓടിയും എന്നെ തുറിച്ചു നോക്കാൻ വന്നു. One of my rescuers explained me why. എന്നെ രക്ഷിച്ചവരിൽ ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും വരുന്നത് എന്ന് എനിക്ക് വിശദീകരിച്ചു തന്നു. My eyes were so bloodshot. They looked entirely red. എൻ്റെ കണ്ണുകൾ ആകെ ചുവന്ന് രക്തം പോലെ ചുവന്നിരുന്നു. And my face was disfigured and swollen out of shape from the insect bites. എൻ്റെ മുഖം ആകെ വികൃതമായിരുന്നു. പ്രാണികളുടെ കടിയിൽ സാധാരണയിൽ നിന്നും വീർത്തിരുന്നു അവ. My arms and legs were poked with worm lesions. I looked like a living nightmare. എൻ്റെ
കൈകാലുകൾ എല്ലാം പുഴുവരിക്കുന്ന മുറികൾ കൊണ്ട് ദ്വാരം വീണിരുന്നു. ഒരു ജീവിക്കുന്ന പേടി സ്വപ്നം പോലെ എന്നെ കാണപ്പെട്ടു. Because Turna Vista was an agricultural colony, it had a small dispensary where I was washed and my wounds treated. Turna Vista ഒരു കാർഷിക മേഖലയായിരുന്നു. അവിടെ ഒരു ചെറിയ ആശുപത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും എൻ്റെ മുറി കഴുകുകയും പരിശോധിക്കുകയും ചെയ്തു. They used a special medicine to clean out all the worms and gave me an injection to counteract inflammation. മുറിവിലെ പുഴുക്കളെ കളയാൻ വേണ്ടി ഒരു പ്രത്യേക മരുന്ന് അവർ ഉപയോഗിച്ചു. എന്നിട്ട് ഒരു സൂചി നൽകി, മുറിവ് പഴുക്കുന്നതിനെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു എന്നാണ് അവർ പറയുന്നത്. 11.5 days after our crash, I again boarded a plane, a small twin-engined machine that took me to the US mission base of the Summer Institute of Linguistics near Pucallpa, where an American doctor looked after me. ആ വിമാന ദുരന്തം നടന്ന് 11 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വിമാനം കയറി. ഒരു ചെറിയ 2 എഞ്ചിനുള്ള വിമാനം പുക്കാൽപ്പയുടെ അടുത്തുള്ള US മിഷൻ ബേസിലുള്ള ഒരു സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സിലേക്ക് എന്നെ കൊണ്ടുപോയി. എവിടെയാണോ ഒരു അമേരിക്കക്കാരനായ ഡോക്ടർ എന്നെ ചികിത്സിച്ചത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഡയറക്ഷൻസ്, സെർച്ച് പ്ലെയിൻസ് ഫൗണ്ട് ദ റക്കേജ്. എന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഡാഡി അറൈവ്ഡ് ടു സ്റ്റേ ബൈ മൈ സൈഡ്. ഡാഡി എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നു. ഹി ടോൾഡ് മീ വാട്ട് ഐ ഹാഡ് സസ്പെക്റ്റഡ്. ഞാൻ എന്താണോ സംശയിച്ചിരുന്നത് ആ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. മൈ മദർ വാസ് ഡെഡ്. എൻ്റെ അമ്മ മരിച്ചിരുന്നു. Searchers found the Electra scattered over 16 kilometers of jungle. ഇലക്ട്ര എന്ന ആ വിമാനം വനത്തിൽ 16 കിലോമീറ്ററിലായി ചിതറിക്കിടക്കുന്നതായി തിരച്ചിലുകാർ കണ്ടെത്തി. The cause of the crash and how Juliane got safely down are unknown. ആ വിമാനത്തിന്റെ തകർച്ചയുടെ കാരണവും ജൂലിയാനെ എങ്ങനെയാണ് സുരക്ഷിതയായി എത്തിയത് എന്നും ഇന്നും അജ്ഞാതമാണ്. One theory is that the plane exploded at 3000 meters, that the fall of some pieces was cushioned by an enormous upward current of air in the storm. ഒരു തിയറി പറയുന്നത് പ്ലെയിൻ പൊട്ടിത്തെറിച്ചത് 3000 മീറ്ററിലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ കൊടുങ്കാറ്റിൽ വായുവിൻ്റെ മുകളിലേക്കുള്ള ഒഴുക്കിൽ താഴേക്ക് വീഴുന്ന വസ്തുക്കൾ ശാന്തമായി ഒതുങ്ങി എന്നാണ് പറയുന്നത്. ഇത്രയാണ് ജൂലിയാനെ കോപ്കെയുടെ ഓർമ്മക്കുറിപ്പായ ദ ജംഗിൾ എയർ ക്രാഷ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.